ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 2025 അന്താരാഷ്ട്ര സാമൂഹിക സുരക്ഷാ അസോസിയേഷൻ അവാർഡ് ഇന്ത്യയ്ക്ക്. സാമൂഹിക സുരക്ഷയിലെ മികച്ച നേട്ടത്തിനാണ് പുരസ്കാരം. മാനവരാശിയുടെ നിലനിൽപ്പിന് വനം വന്യജീവി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 67 വർഷം തടവ് ശിക്ഷ. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് നടൻ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു. മലയാളം വാനോളം ലാൽസലാം പരിപാടി നാളെ തിരുവനന്തപുരത്ത്. കൊല്ലം ഓച്ചിറയിലെ പ്രസിദ്ധമായ കാളകെട്ടുത്സവം ഇന്ന്. കരുനാഗപ്പള്ളി മുതൽ കായംകുളം വരെ ഗതാഗത ക്രമീകരണം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബും തൃശൂർ മേജിക് FCയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2025 അന്താരാഷ്ട്ര സാമൂഹിക സുരക്ഷാ അസോസിയേഷൻ അവാർഡ് ഇന്ത്യയ്ക്ക്. സാമൂഹിക സുരക്ഷയിലെ മികച്ച നേട്ടത്തിനായാണ് പുരസ്കാരം. ഓരോ പൌരനും സാമൂഹിക ക്ഷേമം ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങൾക്കുള്ള തെളിവാണ് ഈ അംഗീകാരമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. മാനവരാശിയുടെ നിലനിൽപ്പിന് വനം വന്യജീവി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് ചേളന്നൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി മനുഷ്യരുടേത് മാത്രമല്ലെന്നും പ്രകൃതിയും മനുഷ്യരും പരസ്പര പൂരകങ്ങളാണെന്നും ശ്രീ ശശീന്ദ്രൻ പറഞ്ഞു. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ മാസം 8 വരെയാണ് വാരാഘോഷം. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 4 മാസത്തിനുള്ളിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സ്പെഷ്യാലിറ്റി സെന്റർ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്പെഷ്യാലിറ്റി സെന്ററിൽ ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി സൌകര്യങ്ങൾ കൂടി ഒരുക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 67 വർഷം തടവ്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതി കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം പോക്സോ കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇതര സംസ്ഥാനക്കാരായ മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ ഹസൻ തട്ടിക്കൊണ്ടുപോയ ശേഷം പീഡിപ്പിക്കുകയും പിന്നീട് ഉപേക്ഷിക്കുകയുമായിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരു കുട്ടി കൂടി രോഗം ഭേദമായി ആശുപത്രി വിട്ടു. നിലവിൽ 2 കുട്ടികളാണ് ചികിത്സയിൽ തുടരുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ തെക്കൻ മേഖലകളിൽ മുണ്ടിനീര് രോഗം നിയന്ത്രണ വിധേയമായി. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സ്കൂളുകളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ഹരിപ്പാട് തൃക്കുന്നപ്പുള്ള മേഖലയിൽ 30 അങ്കണവാടികളും 8 സ്കൂളുകളുമാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി പൂട്ടിക്കിടക്കുന്നത്. കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിലാണ് അവധി നീട്ടേണ്ടെന്ന നിലപാട് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്. രോഗം പടരാതിരിക്കാൻ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുണ്ടുനീര് രോഗം കണ്ടെത്തിയ സ്കൂളുകളിൽ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യവുമുണ്ട്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം വാനോളം ലാൽസലാം പരിപാടി നാളെ തിരുവനന്തപുരത്ത് നടക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ശ്രീ മോഹൻലാലിനെ ആദരിക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന് ഇന്ന് 11 വയസ്സ്. 2014 ഒക്ടോബർ 3-നായിരുന്നു മൻ കി ബാത്തിന്റെ ആദ്യ പ്രക്ഷേപണം. രാജ്യം മുഴുവൻ കാതോർക്കുന്ന പുതിയ ആശയങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്ന് കേൾക്കാൻ മൻ കി ബാത്തിലൂടെ സാധിക്കുന്നതായി കണ്ണൂർ കൂത്തുപറമ്പിലെ ശ്രോതാവ് P. രാധാകൃഷ്ണൻ പറഞ്ഞു. ആകാശവാണിയിലൂടെ മാസം തോറും പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്ത് മനസ്സ് പറയുന്നത് സ്ഥിരമായി കേൾക്കാറുണ്ട്. ഇന്ത്യ മുഴുവൻ കാതോർക്കുന്ന ഈ പ്രക്ഷേപണ പരിപാടി കുറെ ആശയങ്ങൾ ശ്രോതാക്കളിൽ എത്തിക്കുന്നുണ്ട്. ദേശീയ തലത്തിലുള്ള യുവതീ യുവാക്കളെ പ്രചോദിപ്പിക്കുന്ന മൻ കി ബാത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഭരണപരിഷ്കരണ പരാതി പരിഹാര വകുപ്പിന്റെ നേതൃത്വത്തിൽ മന്ത്രാലയങ്ങളിലെ വിവിധ വകുപ്പുകൾ ഈ മാസം 31 വരെ നീളുന്ന സ്പെഷ്യൽ ക്യാമ്പയിൻ 5.0യ്ക്ക് തുടക്കമിട്ടു. കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നടപടിക്രമങ്ങൾ ഏകീകരിക്കാനും പൌര കേന്ദ്രീകൃത ഭരണം ലക്ഷ്യമിട്ടുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തെ സംബന്ധിച്ചുള്ള പൊതുജനാഭിപ്രായം ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. ഓൺലൈൻ ഗെയിമുകളുടെ അംഗീകാരം, വർഗീകരണം, രജിസ്ട്രേഷൻ, ഓൺലൈൻ സോഷ്യൽ ഗെയിമുകളുടെയും സ്പോർട്സിന്റെയും പ്രോത്സാഹനം എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂട് കരട് നിയമങ്ങൾ നൽകുന്നു. കരട് നിയമങ്ങളെക്കുറിച്ചുള്ള പൊതുജന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 31-നകം സമർപ്പിക്കാം.
തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർപട്ടികയിൽ പേര് ചേർക്കാൻ ഈ മാസം 14 വരെ അപേക്ഷ സമർപ്പിക്കാം. ഇന്നലെ വരെ 29,631 പേരാണ് അപേക്ഷ സമർപ്പിച്ചത്. 658 പേർ തിരുത്തലിനും 2,722 പേർ വാർഡ് മാറ്റാനും 4,003 പേർ ഒഴിവാക്കാനും അപേക്ഷിച്ചു. കരട് വോട്ടർപട്ടിക തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും sec.kerala.gov.in വെബ്സൈറ്റിലും ലഭ്യമാണ്. അന്തിമ വോട്ടർപട്ടിക ഈ മാസം 25-ന് പ്രസിദ്ധീകരിക്കും. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരേപോലെ പ്രയോജനകരമാകുന്നു. ഇന്ത്യയുടെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിത്. സ്റ്റേഷനറി ഇനങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഇളവുകൾ വിദ്യാർത്ഥികൾക്കും ചില്ലറ വ്യാപാരികൾക്കും ഏറെ സഹായകമാണ്. നോട്ട്ബുക്കുകൾ, ഗ്രാഫ് ബുക്കുകൾ, പെൻസിലുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെ 12% സ്ലാബിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓണാട്ടുകരയ്ക്ക് പ്രധാനമായ 28ാം ഓണാഘോഷ ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ന് ഓച്ചിറയിൽ പ്രസിദ്ധമായ കാളകെട്ടുത്സവം നടക്കും. ചെറുതും വലുതുമായ കെട്ടുകാളകളെ വൈകിട്ട് പരബ്രഹ്മ സന്നിധിയിലേക്ക് എഴുന്നള്ളിക്കും. 52 കരകളിലെ വിവിധ കാളമൂടുകളിൽ കാളകെട്ടു സമിതികളുടെ നേതൃത്വത്തിൽ കെട്ടിയുണ്ടാക്കിയ 200-ലധികം കാളരൂപങ്ങളാണ് സന്ധ്യയോടെ പടനിലത്തെത്തുക. കാളകെട്ടുത്സവത്തോടനുബന്ധിച്ച് ദേശീയപാത 66-ൽ കരുനാഗപ്പള്ളി മുതൽ കായംകുളം വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും. വെസ്റ്റ് ഇൻഡീസിനെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക്. 2ാം ദിവസം 4 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺ നിലയിലാണ് ആതിഥേയർ. KL രാഹുലിന്റെ സെഞ്ചുറി മികവിലാണ് ഇന്ത്യ കുതിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഇന്നിംഗ്സിൽ 162 റൺസിന് പുറത്തായി. പരമ്പരയിലെ 2ാമത്തെ ടെസ്റ്റ് മത്സരം ഈ മാസം 10 മുതൽ ഡൽഹിയിൽ നടക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് തൃശൂർ മാജിക് FCയെ നേരിടും. രാത്രി 7:30-ന് മഞ്ചേരിയിലാണ് മത്സരം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ഫോഴ്സ കൊച്ചിക്കെതിരെ കാലിക്കറ്റ് FCക്ക് ജയം. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇരു ടീമുകളും ശ്രദ്ധയോടെ തുടങ്ങിയ മത്സരത്തിന്റെ 16-ാം മിനിറ്റിൽ അപ്രതീക്ഷിതമായി കാലിക്കറ്റ് FC ലീഡ് നേടി. 88-ാം മിനിറ്റിൽ പകരക്കാരനായി എത്തിയ സംഗീ നൽകിയ ക്രോസിൽ ഡഗ്ലസ് റോസയുടെ ഹെഡർ ഗോൾ. എന്നാൽ ഇതിന് തൊട്ടുപിന്നാലെ ഇഞ്ചുറി ടൈമിൽ കാലിക്കറ്റ് വിജയ ഗോൾ നേടി. പ്രശാന്ത് മോഹൻ വലതുഭാഗത്ത് നൽകിയ ക്രോസ് അരുൺകുമാർ കൊച്ചിയുടെ വലയിലേക്ക് തിരിച്ചുവിട്ടു. മാൻ ഓഫ് ദ മാച്ചായി അരുൺകുമാറിനെ തെരഞ്ഞെടുത്തു. 2025-ലെ നാഷണൽ സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തിന്റെ ഗൌതം കൃഷ്ണയ്ക്ക് 2ാം സ്ഥാനം. ടൈ ബ്രേക്കറിലാണ് ഗൌതം 2ാം സ്ഥാനത്തായത്. തമിഴ്നാടിന്റെ ഇനിയൻ ചാമ്പ്യൻ പട്ടം നേടി. ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് സുതാര്യമായി അല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചെന്നൈയിൽ നിന്ന് അവ തിരികെ എത്തിച്ചപ്പോൾ സ്വർണം നഷ്ടപ്പെട്ട കാര്യം മറച്ചുവെച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരിൽ കുറ്റം ചുമത്തി സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒഴിഞ്ഞുമാറുകയാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ ആരോപിച്ചു. അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നും ശ്രീ V മുരളീധരൻ ചോദിച്ചു. വിജയദശമി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ RSS പഥസഞ്ചലനവും പൊതുപരിപാടികളും നടന്നു. ആയിരക്കണക്കിന് സ്വയം സേവകർ പങ്കെടുത്തു. മലങ്കര മാർത്തോമ സഭയുടെ പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. പ്രവർത്തക പുരസ്കാരം പ്രതിപക്ഷ നേതാവ് VD സതീശനും കലാപുരസ്കാരം നടൻ വിജയരാഘവനും സമ്മാനിച്ചു. മാർത്തോമ സഭ മേലധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മെത്രാപൊലീത്തയാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. പ്രശസ്ത മൃദംഗ വിദ്വാൻ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരുടെ 104-ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഗീത വിഭാഗവും മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ ഫൌണ്ടേഷനും സംയുക്തമായി ശാസ്ത്രീയ സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരം സർവകലാശാല സംഗീത വിഭാഗത്തിലാണ് പരിപാടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 151 പോയിന്റ് നഷ്ടത്തിൽ 80,823-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 66 പോയിന്റ് കുറഞ്ഞ് 24,770-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണം ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 10,820 രൂപയും പവന് 480 രൂപ കുറഞ്ഞ് 86,560 രൂപയുമാണ് ഇന്നത്തെ വില. കേരള അന്താരാഷ്ട്ര മീഡിയ ഫെസ്റ്റിവലിന് സേവ് ഗാസ സംഗമത്തോടെ സമാപനം. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ സംഘടിപ്പിച്ച സേവ് ഗാസ സംഗമത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും ഫെസ്റ്റിവൽ ഡെലിഗേറ്റുകളും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 2025-ലെ അന്താരാഷ്ട്ര സാമൂഹിക സുരക്ഷാ അസോസിയേഷൻ അവാർഡ് ഇന്ത്യയ്ക്ക്. സാമൂഹിക സുരക്ഷയിലെ മികച്ച നേട്ടത്തിനാണ് പുരസ്കാരം. മാനവരാശിയുടെ നിലനിൽപ്പിന് വനം വന്യജീവി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 67 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് നടൻ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു. മലയാളം വാനോളം ലാൽ സലാം പരിപാടി നാളെ തിരുവനന്തപുരത്ത്.
കൊല്ലം ഓച്ചിറയിലെ പ്രസിദ്ധമായ കാളകെട്ടുത്സവം ഇന്ന്. കരുനാഗപ്പള്ളി മുതൽ കായംകുളം വരെ ഗതാഗത ക്രമീകരണം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബും തൃശൂർ മാജിക് FCയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.